ഈ കുഴിമാടകൾക്ക് ചുറ്റും നമുക്ക് കുറേ കോൺക്രീറ്റ് കല്ലുകൾ നമുക്ക് കാണാം, കോൺക്രീറ്റ് സ്തൂപങ്ങൾ പോലുള്ള കല്ലുകൾ നമുക്ക് കാണാം. ആ കല്ലുകളിലാണ് ഇനി ഇവർ അടയാളപ്പെടുത്താൻ പോകുന്നത്. ആ കല്ലുകൾ വിളിച്ചു പറയും ഈ ഉള്ളിൽ കഴിയുന്നവർ ആരാണ് എന്ന്. ആ കല്ലുകളാണ് അവരുടെ മേൽവിലാസം. ആ കല്ലുകളിൽ എഴുതി വയ്ക്കാൻ പോകുന്ന നമ്പരും അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെയാണ് ഇനി അവരെ തിരിച്ചറിയാനുള്ള ഏകമാർഗം എന്നുള്ളതാണ്. അല്പം കൂടി കഴിയുമ്പോൾ, അധികം വൈകാതെ തന്നെ ഈ മൃതദേഹങ്ങൾ വഹിച്ചുള്ള ആംബുലൻസ് ഇവിടേക്ക് വരും. ഇന്നലെയും നമ്മളിവിടെ വന്ന അന്നു മുതൽ കാണുന്ന കാഴ്ച സൈറൺ മുഴക്കിയ ആംബുലൻസുകൾ ഓരോ ഇടങ്ങളിലൂടെ കടന്നു പോകുന്ന കാഴ്ചയാണ്. ഇന്ന് അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്തരം ആംബുലൻസുകൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ജീവന്റെ തുടിപ്പുള്ള ഏതെങ്കിലും ശരീരവുമായി കടന്നു പോകുന്നു എന്നുള്ളത്. അകപ്പെട്ടുപോയ ആളുകളെ ആരെയെങ്കിലും കണ്ടെത്തി ആ ബന്ധുക്കൾക്ക് കൈമാറാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു ആശ്വാസം. അങ്ങനെ ആംബുലൻസുകൾ ഇവിടേക്ക് വരികയാണ്. സ്മൃതി, ദൃശ്യങ്ങൾ കാണുന്നു. അല്ലമീൻ, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ ദൃശ്യങ്ങളാണ്, പുത്തുമലയിൽ നിന്നുള്ള ഡ്രോൺ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ, തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇവിടേക്ക് കൂട്ടമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 16 മൃതദേഹങ്ങളാണ് ആദ്യം സംസ്കരിക്കുക. ഹാരിസൺ എസ്റ്റേറ്റിൽ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. കുഴിമാടങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ആദ്യം 16 മൃതദേഹങ്ങൾ സംസ്കരിക്കും, പിന്നീട് 15 മൃതദേഹങ്ങൾ സംസ്കരിക്കും. മൃതദേഹാവശിഷ്ടങ്ങൾ, അതായത് ശരീരഭാഗങ്ങൾ മാത്രമായി എത്തിയിരിക്കുന്ന 158 ശരീരഭാഗങ്ങളാണ് ആ രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് അവസാന ഘട്ടത്തിലാണ് സംസ്കരിക്കുക. അതും ഒരു ശരീരമായി, ഒരു മൃതദേഹമായി തന്നെ ഓരോ ശരീരഭാഗത്തെയും കണ്ട് ആണ് ഓരോ കുഴിമാടമായി ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മേപ്പാടിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ ആണ്, പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിന് എതിർവശത്തുള്ള മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലാണ് ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്ന് വാഹനത്തിൽ, ആംബുലൻസിൽ മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുത്തുമലയിലെ 64 സെന്റ് ഭൂമിയിലാണ് ഈ മൃതദേഹങ്ങൾക്ക് കുഴിമാടം ഒരുക്കിയിരിക്കുന്നത്. ആംബുലൻസുകൾ ഇപ്പോൾ മേപ്പാടിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു പുത്തുമലയിലേക്ക്. ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകെ 189 മൃതദേഹങ്ങൾ, 31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളും. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളാണ് ഇവിടെ ഇപ്പോൾ കൂട്ടത്തോടെ സംസ്കരിക്കുന്നത്. അവസാന നിമിഷവും 3 മണിക്ക് ചടങ്ങുകൾ തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും അല്പം വൈകുകയായിരുന്നു. കാരണം അവസാന നിമിഷവും ആരെങ്കിലുമൊക്കെ ഉറ്റവർ കണ്ടെത്തുന്നുണ്ടോ, തങ്ങളുടെ ബന്ധുക്കളാണ് എന്ന് തിരിച്ചറിയുന്നുണ്ടോ എന്നതിന് അവസാന നിമിഷം വരെയും സമയം അനുവദിച്ച ശേഷമാണ് മൃതദേഹങ്ങൾ ആംബുലൻസിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത്. കാര്യങ്ങൾ വൈകുന്നതിന് കാരണം അതുകൊണ്ടാണ്. അവസാന നിമിഷം ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് എത്തിയ ആളുകൾക്കും മൃതദേഹങ്ങൾ കാണാൻ അവസരമുണ്ടാക്കി, ശരീരഭാഗങ്ങൾ കാണാൻ അവസരമുണ്ടാക്കി. അവരുടെ ഉറ്റവരാണോ എന്ന് തിരിച്ചറിയാൻ അല്പനേരം കൂടി എടുത്ത ശേഷമാണ് ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുത്തുമലയിലേക്ക് ഇതാ ആംബുലൻസുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലമീൻ, ആംബുലൻസുകൾ ഇതാ പുത്തുമലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർവ്വമത പ്രാർത്ഥനയ്ക്കായി വിവിധ മതവിഭാഗങ്ങളിൽ നിന്നുള്ള പുരോഹിതരും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മുഴുവൻ ആളുകളും ഈ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടം സംസ്കാരത്തിനായി നിശ്ചയിച്ചിട്ടുള്ള 16 മൃതദേഹങ്ങളാണ് ഇപ്പോഴത്തെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പുത്തുമലയിലെ ഈ സംസ്കാരം നടക്കുന്ന ഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് 16 മൃതദേഹങ്ങളാണ് ആദ്യഘട്ടത്തിൽ സംസ്കരിക്കുക. പൂർണ്ണാർത്ഥത്തിൽ ശരീരത്തിന് ഏതെങ്കിലും തരത്തിൽ അംഗഭംഗം വരാത്ത തരത്തിലുള്ള 16 മൃതദേഹങ്ങൾ ആദ്യഘട്ടത്തിൽ, അതിനുശേഷം 15 മൃതദേഹങ്ങൾ. അങ്ങനെ ആദ്യഘട്ട പൂർണ്ണാർത്ഥത്തിൽ ശരീരമുണ്ട് എന്ന് നമുക്ക് പറയാനാകുന്ന
151 മൃതദേഹങ്ങളാണ് ആദ്യഘട്ടത്തിൽ സംസ്കരിക്കുക. അതാണ് ഇപ്പോൾ ആംബുലൻസിൽ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്, പുത്തുമലയിലെ ഈ ഭൂമിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവയുടെ സംസ്കാരം പൂർത്തിയായി കഴിയുന്നതിന് പിന്നാലെ ശരീരഭാഗങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യും. അവരെ സ്വീകരിക്കുന്നതിനുള്ള, അവരെ കിടത്തുന്നതിനുള്ള ടേബിളുകളൊക്കെ ഈ താൽക്കാലിക പന്തലിൽ ഒരുങ്ങിക്കഴിഞ്ഞു. വരിവരിയായി നിൽക്കുന്ന ആംബുലൻസുകൾ, അത് കടന്നു വന്നിരിക്കുന്നത് മനുഷ്യന്റെ ഒരു ഉരുളിറങ്ങി വന്ന് ഉരുൾപൊട്ടി മനുഷ്യന്റെ നെഞ്ചകത്തൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ചതച്ചരച്ചുകൊണ്ട് കടന്നുപോയ ഉരുളുകൾ, അതങ്ങനെയാണ് ആ ഉരുളുകൾ ഇറങ്ങിപ്പോയതെങ്കിൽ ഈ ആംബുലൻസുകൾ കടന്നു വന്നിരിക്കുന്നത് മനുഷ്യനെ മരവിപ്പിച്ചുകൊണ്ടാണ് ഓടിക്കയറി വന്നിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ